ഹായ് കൂട്ടുകാരെ, കിഡീസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി അത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ രണ്ട് ലെറ്റേഴ്സ് വെച്ചിട്ട് എഴുതിയത്. കൂട്ടുകാരപ്പോൾ ശ്രദ്ധിച്ചിരിക്കുകയെങ്കിൽ നമുക്ക് 4 എണ്ണം വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ തീരത്തില്ലല്ലോ. ഓക്കെ ആണോ? അപ്പം നമുക്ക് എഴുതിയാലോ. എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിച്ചു. അടുത്ത ലെറ്റർ എന്താന്ന് കൂട്ടുകാർ പറയാമോ? അടുത്ത ലെറ്റർ എന്താണ്? ഇ ആണ്. ഇ എഴുതാൻ അറിയോ കൂട്ടുകാർക്ക്? നോക്കാം നമുക്ക്. വാ. എ ബി സി ഡി, അത് കഴിഞ്ഞിട്ട് ഇ ആണ്. നോക്കിയേടാ, ഇ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കണേ. ഈ എഴുതാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, കൂട്ടുകാർ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നിന്ന് നേരെ താഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നോക്കിയിരിക്കേ, മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ താഴേക്കൊരു വര വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഈ വരച്ച ലൈനിൻ്റെ അവിടെ വരെ നേരേക്ക് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ആ വരയുടെ നേരെ ആയിട്ടില്ലല്ലേ? കുറച്ചുകൂടെ കയറ്റി വരക്കാം. ഓക്കെ അല്ലേ ഇപ്പം? ഇനി എന്താ ചെയ്യുക? അതിൻ്റെ സെൻറ്ററിലായിട്ട് അതുപോലെ തന്നെ ഒരു ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട്. സിമ്പിൾ അല്ലേ? 3 ലൈൻ നേരെ നേരെ വരയ്ക്കുന്നതാണ് ഈ, അല്ലേടാ? നോക്കിയേ, ഈ മനസ്സിലാവുന്നുണ്ടോ? ഈ എഴുതാൻ നമുക്ക് 1-2 പ്രാവശ്യം കൂടി. നോക്കിയിരിക്കണേ. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ നിന്ന് നേരെ താഴേക്ക്, പിന്നെ ഇങ്ങോട്ട്, പിന്നെ നടുക്കൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എലിഫൻറ്റിൻ്റെ ഈ ആണിത്. എലിഫൻറ്റ് എന്നൊക്കെ നമ്മൾ എഴുതൂലേ? അതിൻ്റെ ഈ ആണ്, ഫസ്റ്റ് ലെറ്റർ ആണിത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഏത് ലെറ്റർ ആണിത്? ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പം നമ്മൾ എത്ര ലെറ്റേഴ്സ് പഠിച്ചു? എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിച്ചു, ഇ പഠിച്ചു. ഇവരെ പഠിച്ചു അല്ലേ? ഇവരെ ഞാൻ പഠിപ്പിച്ചു. കൂട്ടുകാർ പഠിച്ചോ? ബുക്കിലേക്കൊന്ന് എഴുതിയേടാ. എഴുതിയിട്ടൊന്ന് ഇങ്ങോട്ട് തിരിച്ചു കാണിക്കും. നമുക്ക് എന്നിട്ട് നോക്കിയിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും എഴുതി കാണിക്കാം. ഒന്ന് എഴുതിയിട്ട് കാണിച്ചാൽ ഇങ്ങോട്ട്. ശരിയാണോ എന്നൊന്ന് നോക്കട്ടെ. എഴുതിയോ? പതി എഴുതിയാൽ മതി, ധൃതി ഒന്നും പിടിക്കണ്ട. പതുക്കെ എഴുതിയാൽ മതി കേട്ടോ എൻ്റെ കൂട്ടുകാർ. എഴുതിയിട്ട് കാണിക്കേ. എഴുതിയോ? ശരിയാക്കിയല്ലോ. ഭയങ്കര സിമ്പിളാണല്ലോ ഈ എഴുതാനായിട്ട്. ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ടാണ് എഴുതിയത്, എന്നാലും ഒന്നും കൂടെ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ താഴേക്കൊരു വര വരച്ചോ. ഇനി ഇവിടുന്ന് ഒരു ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ നേരെ കായോടാ? ഇല്ലല്ലേ? ഇച്ചിരിയും കൂടെ നീട്ടി വരക്കാം നമുക്ക്. ഇനി എന്താ ചെയ്യാ? നടുക്ക് വരയ്ക്കണം. അങ്ങനെ തന്നെ. നടുക്കും കൂടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ എന്തായത്? ഈ. പഠിച്ചോ? പഠിച്ചല്ലേ? നമുക്കന്ന് അടുത്ത ലെറ്ററിലോട്ട് പോയാലോ? ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ലെറ്റർ ഏതാണ്? കൂട്ടുകാർക്ക് അറിയാവോ? പറഞ്ഞേ ഒന്ന്. എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിച്ചു, ഇ പഠിച്ചു. അടുത്ത ലെറ്റർ എന്താണ്? എ ബി സി ഡി ഇ ആണ് കേട്ടോ. അടുത്ത ലെറ്റർ ഇ പഠിച്ചല്ലേ? അടുത്ത ലെറ്റർ എന്താണ്? എഫ് ആണ്. എഫ് എഴുതാനായിട്ട് ഇതിനെക്കാട്ടി സിമ്പിളാടാ. നമ്മൾ ഈ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ. എഫ് എഴുതാൻ ഭയങ്കര സിമ്പിളാണേ. നോക്കിയിരിക്കണേ. ഈ എഴുതിയ പോലെ തന്നെ ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്കൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക? ഈ സെൻറ്ററിൽ മാത്രം ലൈൻ വരച്ചാൽ മതി. ഈക്ക് എന്താ നമ്മൾ ചെയ്തത്? താഴെയും വരച്ചു, മേളിലും വരച്ചു. എഫിന് എന്താ ചെയ്യുക? ഈ സെൻറ്ററിൽ മാത്രം ലൈൻ വരച്ചാൽ മതി. അപ്പോൾ ഇത് എന്തക്ഷരായി? എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക് പറയുന്നത്?
ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പറയാം. മനസ്സിലായി? ആ, നല്ല കൂട്ടുകാരാണ് കേട്ടോ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. വെള്ളം കുടിക്കണോ? വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ എല്ലാവരും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചേ. കുടിച്ചൊന്ന് ഫ്രഷ് ആയിക്കേ, എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. കുടിച്ചോ? കുടിച്ചോ? എഴുതാ ഇനി? റെഡിയാണോ? ബാ എന്നാ ബുക്ക് എടുത്തോ. ഇത് സിമ്പിൾ അല്ലേടാ, നമ്മൾ ഈ പഠിച്ച പോലെ തന്നെയാണ് എഫോ എഴുതുന്നത്. നോക്കിക്കോട്ടാ, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് വരയ്ക്കുന്നുണ്ട്. മാർക്കർ എത്ര തെളിയുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടെ വരയ്ക്കുന്നത്. കൂട്ടുകാരെ അങ്ങനെ വരയ്ക്കണ്ട, പെൻസിൽ വെച്ചിട്ട് ഒറ്റ ലൈൻ മാത്രം വരച്ചാൽ മതി. ക്ലിയർ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണേ. എന്താ ചെയ്യുക, സെൻറ്ററിൽ ഒരു ലൈനും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും എന്ത് ലെറ്റർ ആയത്? എഫ്. പറഞ്ഞേ, എഫ്. ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇ പഠിച്ചു, നമ്മൾ എഫ് പഠിച്ചു. എഫ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടല്ലേ? ഈ ഓൾറെഡി പഠിച്ചതുകൊണ്ട് എഫ് എഴുതാനായിട്ട് പെട്ടെന്ന് പറ്റും. നോക്കിക്കോട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് വരയ്ക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ? എഫ്. ക്യാപിറ്റൽ ലെറ്റർ ഇ പഠിച്ചു, എഫ് പഠിച്ചു. അടുത്ത അക്ഷരം എന്താണ് കൂട്ടുകാർക്ക് അറിയാവോ? പറയോ ഒന്ന്. എ ബി സി ഡി ഇ എഫ് ജി ആണ് അടുത്ത അക്ഷരം അല്ലേ? അടുത്ത ലെറ്റർ ഏതാണ്? ജി. ജി എഴുതാൻ അറിയോ? നോക്കാട്ടെ നമുക്ക്. ജി. ജി എഴുതുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതുന്നതെന്നുള്ളത്. ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ചിരുന്നാലേ ജി മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ പെട്ടെന്ന് എഴുതാൻ നമുക്ക് പറ്റില്ല. നോക്കിയിരിക്കട്ടോ. സി എഴുതില്ലേടാ നമ്മൾ, അതുപോലെ ആദ്യം സി എഴുതുക. ഓക്കെ, സി എഴുതൂലേ നമ്മൾ, അതുപോലെ സി എഴുതുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക, ഇങ്ങനെ ഉള്ളിലേക്ക് പതിയെ ഇങ്ങനെ കൊണ്ട് നിർത്തണം. ഉള്ളിലേക്ക് ഇങ്ങനെ സിയുടെ ഉള്ളിലേക്ക് ഒരു കുനുപ്പ് പോലെ കൊണ്ട് നിർത്തണം. എന്നിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നേരെ താഴേക്ക് ഒരു ലൈനും കൂടെ വരയ്ക്കുക. എന്തായിപ്പോൾ? ജി. എന്ത് ലെറ്റർ ആണിത്? ക്യാപിറ്റൽ ലെറ്റർ ജി. മനസ്സിലായില്ലേ? കുഴപ്പമില്ല, പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ ആദ്യം നമ്മൾ സി എഴുതണം. കണ്ടോ? കണ്ടോടാ? സി എഴുതണം നമ്മൾ. സി എഴുതിയിട്ട് പതിയെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണേ. നോക്കിയിരിക്കേ, സി എഴുതിയിട്ട് പതിയെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന ശേഷം എന്താ ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്, ചെറിയൊരു ലൈൻ. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോടാ? ജി. എന്ത് ലെറ്റർ ആണിത്? ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ഒരു തവണ കൂടെ എഴുതി കാണിക്കാട്ടോ. സി പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക, സി പോലെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ കയറ്റി വെക്കുന്നുണ്ട്. സി പോലെ കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ കയറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. താഴേക്ക് കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എന്തായി? ജി. എന്തക്ഷരാണ്? ജി ആണ് കേട്ടോ ഇത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആടാ പഠിച്ചത്? ഇ പഠിച്ചു, എഫ് പഠിച്ചു, ജി പഠിച്ചു. കറക്റ്റ് ആണോ? ഒരു ലെറ്റർ കൂടെ പഠിച്ചാലോ? അല്ലെങ്കിൽ നമ്മൾ തീരത്തില്ല, അതുകൊണ്ടാണ്. എഴുതണോ? ഇത് തന്നെ പഠിച്ചാൽ മതിയോ? അത് ശരി. ഈ ഏതൊക്കെ പഠിച്ചു നമ്മൾ ഈ ക്ലാസ്സിൽ? ഇ പഠിച്ചു, എഫ് പഠിച്ചു, ജെ പഠിച്ചു. ഒരു ലെറ്റർ കൂടെ പഠിക്കാം നമുക്ക്. 4 എണ്ണം വെച്ചിട്ട് പഠിക്കാം. അപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. പഠിച്ച് തീരണ്ടേ നമുക്ക്? ഇ എഫ് ജി. അടുത്ത ലെറ്റർ എന്താണ്? എച്ച് ആണ് കേട്ടോ. എച്ച് എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാടാ, ഒന്നുമില്ല.
നോക്കിയോ? ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പറ്റിയായിട്ട് ഒരു ലൈനും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെ 2 ലൈൻ ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. സെൻറ്ററിൽ ഒരു ലൈൻ. നമ്മൾ എ എഴുതില്ലേ, എ എഴുതുമ്പോൾ ഇതിൻ്റെ എഡ്ജ് രണ്ടും കൂടെ കൂട്ടിമുട്ടും. എച്ച് എഴുതുമ്പോഴത്തേക്കും കൂട്ടിമുട്ടത്തില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ എഴുതാം നമുക്ക്. നോക്കിക്കോട്ടാ. ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പറ്റിയായിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. സിമ്പിൾ അല്ലേ? എന്ത് ലെറ്റർ ആണിത്? എച്ച്. എച്ച് ആണേ. നോക്കിയിരിക്കണേ. ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പറ്റിയായിട്ട് ഒരു ലൈനും കൂടി. എന്താ ചെയ്യുക? ആ ലൈനിൻ്റെ നേരെ ആയിട്ടില്ലല്ലേ അത്. സെൻറ്ററിൽ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കാം. എന്താ ഇത്? എച്ച്. അപ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എത്ര ലെറ്റേഴ്സ് പഠിച്ചു? എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിച്ചു. വർത്താനം പറയല്ലേ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിച്ചു, ഇ പഠിച്ചു, എഫ്, ജി, എച്ച്. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എയും ബിയും ഫസ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിയും ഡിയും സെക്കൻഡ് പാർട്ടായിട്ട്. ഇത്രയാണ് നമ്മൾ ഇത്രയും എത്രാമതാ പഠിച്ച? 3ാമത്തെ പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇ, എഫ്, ജി, എച്ച്. ഇത്രയും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. വർത്താനം പറയാൻ പോവല്ലേ അതിൻ്റെ ഇടയിൽ കൂടി. നോക്കിക്കോ. ഇ, എഫ്, ജി, എച്ച്. ഇത്രയാണ് 3ാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ എന്താ ചെയ്യുക? ആദ്യം തൊട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് തൊട്ട് പഠിക്കണം. എങ്കിലേ ഫുള്ള് പഠിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പഠിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ ഇ പഠിച്ചു, എഫ് പഠിച്ചു, ജി പഠിച്ചു, എച്ച് പഠിച്ചു. ഇത്രയും ലെറ്റേഴ്സാണ് പഠിച്ചത്. അപ്പോൾ കൂട്ടുകാർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും 4 ലൈനിൻ്റെ ബുക്കിൽ ഇവിടുന്ന് ഇത്രയും എഴുതിയിട്ടുണ്ടാവണം. എ തൊട്ട് എച്ച് വരെ എഴുതി കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.